ഒരു വികസനം കൊണ്ടുവന്നില്ല എന്ന് ഞാൻ പറയില്ല സിദ്ദിഖ്. ഒന്നും കൊണ്ടുവന്നില്ല നമ്മൾ ഈ ഗവൺമെന്റിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഉമ്മൻചാണ്ടി അധികാരം ഒഴിയുമ്പോൾ കേരളത്തിൽ ആകെയുള്ള ബാർ 27. ഇപ്പൊ 917 ബാറായിട്ടുണ്ട്. ബാറുകളിൽ നല്ല വികസനം. പാലക്കാട് കഞ്ചിക്കോട്ട് മദ്യ ഫാക്ടറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇതാണല്ലോ ഇപ്പൊ കേരളത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. മെഡിക്കൽ കോളേജിൽ മരുന്നില്ല, സപ്ലൈക്കോ ഇല്ല, അരിയില്ല, ഇതൊക്കെ പറഞ്ഞു. അത്യാവശ്യമായിട്ട് ഇപ്പൊ കേരളത്തിന് വേണ്ടത് മദ്യ ഫാക്ടറിയാണ്. ഈ ഗവൺമെന്റ് വന്നപ്പോ ഇത്രയേറെ ലഹരിയുടെ ഒഴുക്ക് കേരളം മുമ്പ് കണ്ടിട്ടുണ്ടോ? നമ്മളൊന്നും കേൾക്കാത്ത കുറെ സാധനത്തിന്റെ പേരാണ് ഇപ്പൊ കേൾക്കുന്നത്. പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ കിട്ടിയൊരു ഗുണമാണ്. MDMA എന്തോ ബിരുദം എന്നാണ് തോന്നുന്നു കേൾക്കുമ്പോ. LSD, കഞ്ചാവൊക്കെ മാറി ഇപ്പൊ ഹൈബ്രിഡ് കഞ്ചാവ്, ഹൈബ്രിഡ് കാറെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പറക്കലൊക്കെ കാർ ഹൈബ്രിഡ് കാർ അല്ലെ, ഹൈബ്രിഡ് കഞ്ചാവ്. ഉണ്ട് ഈ MDMA എന്നൊക്കെ നമ്മൾ എത്ര കാലമായി കേൾക്കാൻ തുടങ്ങി. ഞാനൊരു 5-6 കൊല്ലം മുമ്പ് ഒരു സമരവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ജയിലിൽ പോയി. അപ്പൊ പൂജപ്പുര ജയിലിലേക്കാണ്. അപ്പൊ ഞങ്ങൾ ആളുകളൊക്കെ ജയിലിലേക്ക് ഇങ്ങനെ സെല്ലിലേക്ക് ആക്കുമല്ലോ. സെല്ലിലേക്ക് ആക്കിയപ്പോ ആദ്യം സെല്ലിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവര് നമ്മോട് ചോദിക്കും, ജയിലിൽ പോയ സ്ഥിതിക്കൊക്കെ അറിയാലോ, എന്താ നിങ്ങളെ കേസ് എന്ന് ചോദിച്ചു. എന്റെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു ലീഗിന്റെ കേസാണ്. ഇവൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ കേസ് എന്താണ്? അപ്പൊ അയാൾ പറഞ്ഞു MDMA കേസാണ്. ഇവൻ എന്നോട് ചോദിക്കും അതേതാ പാർട്ടി? ഓൻ അന്ന് ആദ്യം കേൾക്കുക. ഞാൻ പറഞ്ഞു മഞ്ചേശ്വരത്തെ ഒരു പാർട്ടിയാണ്. ഈ സാധനങ്ങൾ പണ്ട് നമ്മൾ കിട്ടുന്നില്ല. എന്റെ നാട്ടിൽ ഒരു ഉമ്മ, ഞാൻ പലയിടത്തും പറയുന്നതാണ്, ഒരു ഉമ്മ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോന്റെ മേശവലിപ്പ് തുടങ്ങുമ്പോ കഞ്ചാവിന്റെ പൊതി. ഞാൻ അവനോട് ചോദിച്ചത് എവിടുന്ന് കിട്ടിയാ? നമ്മൾ എന്നെ തല്ലാൻ വരിക, നിങ്ങൾ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഉപയോഗിക്കാൻ പാടില്ല, അത് ശരീരത്തിന് കേടാണ്, ആരോഗ്യം ക്ഷീണിച്ചു പോകും, ഇത് വിശ്വാസപരമായി നമുക്ക് തെറ്റാണ്. എനിക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ അവനെ ഉപദേശിച്ചു. എന്റെ ഉപദേശത്തെ കേട്ട് അവസാനം അവൻ എന്നോട് പറയാണ് ഫിറോസ്ക അങ്ങോട്ട് പറഞ്ഞൊക്കെ ഞാൻ കേട്ടു, ഇനി ഞാൻ പറയാനുള്ളത് നിങ്ങളൊന്ന് കേട്ടു, നിങ്ങളതൊന്ന് ഉപയോഗിച്ചു നോക്കി. നിങ്ങൾ ഉപയോഗിച്ച നിങ്ങളുടെ ചിന്തൊക്കെ വേറെ ലെവലിലായിരിക്കും. പ്രസംഗമൊക്കെ പിന്നെ നിൽക്കാതെ വരുന്നു. ഒരു അരമണിക്കൂർ ക്ലാസ് അവനെ എനിക്ക് ഇങ്ങോട്ട് സാറേ ഞാൻ തന്നെ കൺഫ്യൂഷനായി. ഞാൻ വിചാരിക്കുക ഇമാതിരി ക്ലാസ്സാണ് ഇവൻ എനിക്ക് എടുക്കുന്നതെങ്കിൽ നാട്ടുകാർക്ക് ഇമാതിരി ക്ലാസ് എനിക്ക് കൊടുക്കുന്നുണ്ടാവും. ഈ ലഹരി മാഫിയെ പിടികൂടാണ്ട് ഈ നാട് ഭരിക്കുന്ന സർക്കാരിന് കഴിയുന്നുണ്ടോ? ഉമ്മയെ കഴുത്തറുത്ത് കൊല്ലുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നില്ലേ?